ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വീണ്ടും നമ്മുടെ ചെടി വെപ്പൊക്കെ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിങ് അച്ഛ കുറേ നാൾ കിടന്നപ്പോൾ നമ്മൾ ചെയ്തില്ല. പക്ഷേ അച്ഛ കിടന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെടിയൊക്കെ കുറേ വെച്ച് പിടിപ്പിച്ചു. ഇത് അവിടെ കണ്ടോ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റും എല്ലാം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം അതൊക്കെ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെറ്റ് ചെയ്യുന്ന പണിയായിരുന്നു. അത് പിന്നെ ഷീറ്റൊക്കെ ഇടാറ് നമ്മൾ സെറ്റ് ചെയ്യാനൊന്നും ചെയ്തില്ല. എല്ലാം പിടിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം എടുത്ത് ഇവിടെയൊക്കെ അടുക്കി വെച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഗാർഡനിങ്ങിൽ ഒരു ചെടിയെ മാറ്റി നടാൻ വേണ്ടി പോവുകയാണ്. ഏത് ചെടിയാച്ചേ? അതെ, ഈ ചെടിയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ എല്ലാവരോടും ഞാൻ ആ ചെടിയുടെ പേരെന്താണെന്ന് ചോദിച്ചായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു? അരേലിയ. എനിക്ക് പെട്ടെന്ന് ആലിയ എന്ന് പറഞ്ഞു. അതിൻ്റെ പേര് അരേലിയ എന്നാണെന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആൻറ്റി ആരാന്ന് എനിക്കറിയില്ല, ഒരു ആളായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താങ്ക്സ്, എനിക്ക് എൻ്റെ പേര് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേ ഈ ചെടിയുടെയും കൂടി പേരറിയാമെങ്കിൽ പറഞ്ഞിടുക കേട്ടോ. ഇതിന് നിങ്ങൾക്ക് പേരറിയുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതൊരു ഇലച്ചെടിയാണ്. ഇതിനെന്താ പേരെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അതറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നീണ്ട ഇലയുണ്ട്, ഇതുണ്ട്, നീണ്ട ഇലയുണ്ട്, വട്ടത്തിലുള്ള ഇലയുണ്ട്. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോണത്? അതിൽ നിന്നും മാറ്റി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. അതെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി അതിലാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ചെടി എപ്പോഴും ഇതിനെ കളിയാക്കും ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് ഇതിനെ കളിയാക്കുന്നത്. നീ മാത്രം പ്ലാസ്റ്റിക് കൂടി ഇരിക്കുന്ന, എനിക്ക് നല്ല ചട്ടിയൊക്കെ ഉണ്ടെന്ന് പറയണത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കള്ളാന്ന് മനസ്സിലായി കാണും, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി ഇതിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ചേ? അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. പിടിച്ചോ. അപ്പോൾ നമ്മുടെ കർഷകൻ തന്നെ വരട്ടെ നമ്മുടെ കൃഷിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിന്ന് പൊക്കിയെടുക്കാം ഗൈസ്. പൊക്കിക്കോ, അന്ന് ഞാൻ പൊക്കാം. ഇത് അച്ഛ പൊക്ക്. ഞാനേ പൊക്കിയ ശരിയാവൂല. ഞാൻ പൊക്കിയ അതിൻ്റെ കീറി കളഞ്ഞ്. വാവ്, അച്ഛക്ക് ടെക്നിക്കുണ്ട്. അച്ഛക്കിൻ്റെ ടെക്നിക്കൊക്കെ അറിയാം. പുലി ഇപ്പോൾ ഗൈസ് അത് ആ മണ്ണ് ഞാൻ എങ്ങോട്ടിടാം. അച്ഛാ പൊക്കിക്കോ. ഈ മണ്ണ് നമുക്ക് വേര് കണ്ടോ? അതെ, ഇതിൻ്റെ അടിയിലോട്ട് നോക്ക്, മുടി പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ വേര്. ഇതുണ്ടോ? കൈമാറ്റിക്ക് വെച്ചാ അല്ല, ഒരു ഉണ്ട് വേരൊന്ന് കാണിക്കട്ടെ. ഇതുണ്ട്, ഇതിൻ്റെ മുടി പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ വേര് കാണാൻ. അതിൻ്റെ അടിയിൽ നമ്മൾ കരിയില ഇട്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താ, കരിയില ഒരു വളവാണല്ലോ വെച്ചാ. കരിയില ഇതേ മണ്ണിടാം, എന്നാലും ഇച്ചിരി കുഴിച്ച് വെക്കാമേ. വാവ്, ഇതിനെ വെച്ച് കഴിയുമ്പോൾ ലുക്കാവും, പക്ഷേ അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ കരിയില ഇട്ട എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ ചീയുമ്പോഴത്തേക്ക് നല്ല വളമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിക്ക് മണ്ണിട്ട് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ചെടിക്ക് മണ്ണ് ചുറ്റിനും ആക്കി കൊടുക്കുകയാണ്. നമ്മൾ കുറേ നാളത്തേന് ശേഷമായിരിക്കും എന്തായാലും ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് ചെടിയൊക്കെ നടന്നത് അല്ലേ ചേ? പോരെ. അപ്പോൾ ഇതേ നമ്മളെന്തായാലും നമ്മുടെ ചെടി നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ ഗൈസിൻ്റെ ലുക്ക്. മറ്റ് എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ തന്നെ പറ. ആ പ്ലാസ്റ്റിക് കവറിൽ ഇടുന്നതിനെക്കാട്ടി ലുക്കില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അതിന് 2 വായാണിത്, 2 ചെവിയാണിത്, 2 കണ്ണാണിത്. കണ്ണിങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ചെടി വെക്കാനാണ് ശരിക്കും പറഞ്ഞാൽ വന്നതല്ലേ ചേ? ഇപ്പം എങ്ങനെയുണ്ട് ലുക്ക് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഒന്ന് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് തന്നെ ഒറ്റ കമൻറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനത്തെ ചെടിയുടെ പേരെന്താണെന്നും കൂടി കമൻറ്റ് ചെയ്യണം. പിന്നെ വേറെ ഇതുകൂടി കാണിച്ചു തരാം. എന്തേ ഇതിനകത്ത് വേറെ ഇതേ ചേമ്പൊക്കെ കിളുത്തുന്നു, ചേമ്പിൻ്റെ കുഞ്ഞു സാധനം പോലത്തെ. ഇത് കണ്ടു ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇതൊക്കെ അച്ഛ വയ്യാതിരുന്നു. അപ്പോൾ അമ്മ കൊണ്ട് 5 ചുവട് കൊണ്ടുവന്നതേ. 4 അല്ലേ, ഒരെണ്ണോടെ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ?
പിന്നെ ഇതിനകത്ത് കയറുക. നമ്മുടെ ഇവിടെ ഉണ്ട് ഒരെണ്ണം കൂടി, അത് മിക്സിങ് ആണ്, എല്ലാം കൂടി ഇരുന്നിട്ട് മനസ്സിലാവണില്ല എവിടെയാണ്. അപ്പോൾ ഇത് 5 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതുപോലെ ചട്ടിയിലേക്ക് ഒരു ദിവസം ആക്കും, അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരും കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് ഇത് വെച്ചിട്ടൊന്നും കൂടി എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പിന്നെ ഞാനൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഓർത്ത്, നമ്മുടെ ജമന്തിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ജമന്തി എല്ലാം ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും, മഞ്ഞ കളറാണെന്നത്. ഇതും കണ്ടോ, ഇത് ഇതുവരെ വിരിഞ്ഞിട്ടില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ പുള്ളി ഇപ്പോൾ പോയിട്ടുണ്ടാവും, നമ്മളെന്തായാലും ചോദിക്കാൻ പോകുന്നില്ല. എല്ലാവരും പറഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു, അതിൽ ഞാൻ ആശ്വാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരും എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചു പൊട്ടിക്കുക. ബൈ.